എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ടോപ്പിക്സ് ആണ്. ഒരുപക്ഷെ FSSAI ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിലാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഫുഡ് സേഫ്റ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസും കുറച്ച് ടേംസ്, അതുപോലെ ഫുഡ് സേഫ്റ്റി ആക്ട്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ടുള്ളൊരു അവയർനെസ് തരാനായിട്ടാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫുഡ് സേഫ്റ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡ്സ് ആണ്. ആദ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 വേൾഡ് ഫുഡ് പ്രൈസ്. 2024 വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജോഫ്രി ഹൗട്ടിനും അതുപോലെ കാരി ഫ്ലോറിനുമാണ്. ഓക്കെ, ഇവർ ക്രോപ്പ് ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഇവർക്ക് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയത്. ഡോക്ടർ ജോഫ്രി ഹൗട്ടിൻ ആൻഡ് ഡോക്ടർ കാരി ഫോവ്ലർ will receive the 2024 World Food Prize for their extraordinary leadership in preserving and protecting the world's heritage of crop biodiversity and mobilizing this critical resource to defend against threat to the global food security. ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് അവാർഡാണ്. അപ്പം സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് അവാർഡ് കഴിഞ്ഞ തവണത്തെ 2024 ഇതിൻ്റെ വിന്നർ എന്ന് പറയുന്നത് കേരളമാണ്. 2023 കേരളം തന്നെയായിരുന്നു വിന്നർ. സെക്കൻഡ് പൊസിഷനിൽ തമിഴ്നാടും, തേർഡായിട്ട് ജമ്മു ആൻഡ് കാശ്മീറുമാണ് വന്നത്. പിന്നെ വരുന്ന ഒരു അവാർഡായിരുന്നു നാഷണൽ അവാർഡ് ഫോർ ഗവർണൻസ് 2024 ഫോർ ദ പോഷൻ ട്രാക്കർ ഇനിഷ്യേറ്റീവ്. അത് കിട്ടിയത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിനാണ്. ഓക്കെ, നാഷണൽ അവാർഡ് ഫോർ ഗവർണൻസ് 2024 ഫോർ ദ പോഷൻ ട്രാക്കർ ഇനിഷ്യേറ്റീവ് കിട്ടിയത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂട്രീഷൻ ട്രെൻഡ്സിനെയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് FSSAI ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇത് നിലവിൽ വരുന്നത് 10th ജൂലൈ 2018 ഓക്കെ, ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സഹി ഭോജൻ ബെഹ്തർ ജീവൻ എന്നാണ്. അതായത് ഹിന്ദിയാണ്. അതായത് ശരിയായ ഭോജനം നമുക്ക് ഒരു ബെറ്റർ ലിവിങ് നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ ഈ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ് 3 പില്ലേഴ്സ് പറയുന്നുണ്ട്. അത് ഈറ്റ് ഹെൽത്തി, ഈറ്റ് സേഫ് ആൻഡ് ഈറ്റ് സസ്റ്റൈനബിളി എന്നാണ് പറയുന്നത്. ഈറ്റ് സസ്റ്റൈനബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പ്രകൃതിക്കും ഹിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പില്ലേഴ്സ് ഈറ്റ് ഹെൽത്തി, ഈറ്റ് സേഫ് ആൻഡ് ഈറ്റ് സസ്റ്റൈനബിളി. പിന്നെ ഈ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റിന് കീഴിൽ കുറേ പ്രോഗ്രാംസ് പറയുന്നുണ്ട്. അതിലെ ഒരു പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് നുക്കഡ് നാടക് എന്നുള്ളത്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവയർനെസ്, ഫുഡിനെ റിലേറ്റ് ചെയ്ത ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ജസ്റ്റ് ഡ്രാമകൾ, നാടകങ്ങളാണ്, തെരുവ് നാടകങ്ങളാണ് ഈ ഈറ്റ് റൈറ്റ് നുക്കഡ് നാടക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. ഇറ്റ്സ് എ സ്ട്രീറ്റ് പ്ലേ ഓർ തിയറിറ്റിക്കൽ പെർഫോമൻസ് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു റേസ് അവയർനെസ് എമംഗ് ഹെൽത്തി ഈറ്റിംഗ്, ഫുഡ് സേഫ്റ്റി, ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ. ഇനി വരുന്ന ഒന്നാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ ഹാൻഡ് ബുക്ക്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ലെവലിൽ തന്നെ നല്ല ഭക്ഷണ രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ്. ഇതാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് ഈറ്റ് റൈറ്റ് മേള. ഈറ്റ് റൈറ്റ് മേള എന്ന് പറയുന്നത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് മോഡൽ ടു എൻഗേജ് സിറ്റിസൺസ് വിത്ത് ഹെൽത്തി ഡയറ്റ്സ് ആൻഡ് സേഫ് ഫുഡ്. അതായത് വിനോദവും അതുപോലെ അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് മേള എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് ആജ് സേ തോടാ കം. ആജ് സേ തോടാ കം, അതായത് ഇന്ന് തൊട്ട് കുറച്ച് കുറവ് ഉപയോഗിക്കാൻ. എന്തൊക്കെയാണ്? സോൾട്ടും ഫാറ്റും ഷുഗറും. അപ്പോൾ സോൾട്ടിൻ്റെ, ഫാറ്റിൻ്റെ, ഷുഗറിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ആജ് സേ തോടാ കം എന്നുള്ളത്. ഓക്കെ, ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ പാക്കേജിങ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ പാക്കേജിങ്. ഓക്കെ, ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ വരുന്ന ഒന്നാണ് പോഷൻ മാ. പോഷൻ മാ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെപ്റ്റംബർ 2019.
ഇത് നമ്മുടെ രാജ്യത്തുള്ള മാൽ ന്യൂട്രീഷനെ മാറ്റിയിട്ട് ബെറ്റർ ന്യൂട്രീഷനും ഹെൽത്തി പ്രാക്ടീസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് പോഷൻ മാ എന്ന് പറയുന്നത്. ഇത് സെപ്റ്റംബറിലാണ് എല്ലാ തവണയും ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോഷൻ അഭിയാൻ്റെ കീഴിലാണ് ഈ പ്രോഗ്രാം വരുന്നത്, പോഷൻ മാ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ 2024 ഇതിൻ്റെ ക്രിട്ടിക്കൽ തീം എന്ന് പറയുന്നത് അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ, ഗ്രോത്ത് മോണിറ്ററിങ്, എഫക്റ്റീവ് സർവീസ് ഡെലിവറി ത്രൂ ഗുഡ് ഗവർണൻസ് ആൻഡ് ടെക്നോളജി, പോഷൻ ബി, പഠായി ബി, എഡ്യൂക്കേഷൻ എലോങ് വിത്ത് ന്യൂട്രീഷൻ ആൻഡ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ആണ്. അപ്പം പോഷൻ മാ എന്ന് പറയുന്നത് പോഷൻ അഭിയാൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. അത് മാൽ ന്യൂട്രീഷനെ തടയാൻ വേണ്ടിയിട്ടാണ് പോഷൻ മാ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് അനീമിയ പ്രിവെൻഷൻ, ഗ്രോത്ത് മോണിറ്ററിങ്, എഫക്റ്റീവ് സർവീസ് ഡെലിവറി ത്രൂ ഗുഡ് ഗവർണൻസ് ആൻഡ് ടെക്നോളജി, പോഷൻ ബി, പഠായി ബി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എലോങ് വിത്ത് ന്യൂട്രീഷൻ ആണ്. അതുപോലെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ. നമ്മൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഓയിൽ റിപ്പീറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഇവ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BP, കൊളസ്ട്രോള്, അൾഷിമേഴ്സ്, ലിവർ ഡിസീസ് മുതലായുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. സോ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് FSSAI ഈ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സിൻ്റെ ലിമിറ്റ് 25% ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 25% മുകളിൽ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ദിവസം ഒരു 50 ലിറ്റേഴ്സിൽ കൂടുതലൊക്കെ ഓയിൽ യൂസ് ചെയ്യുന്ന ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഈ ഓയിൽ ആ ഏരിയയിലുള്ള ഓയിൽ കളക്ഷൻ ഏജൻസീസിനെ ഏൽപ്പിക്കണം എന്നാണ് FSSAI സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. ഏകദേശം 1 ലിറ്റർ ഇങ്ങനെ യൂസ് ചെയ്ത ഓയിലിന് ഏകദേശം 1 ലിറ്ററിന് 60 രൂപയോളം ഇവർക്ക് കിട്ടാറുമുണ്ട്. അപ്പം ഈ ഓയിൽ കളക്ഷൻ ഏജൻസീസ് ഇങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഈ ഓയിൽ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അത് പിന്നീട് ബയോഡീസൽ ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെയാണ് റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പം റുക്കോ എന്നുള്ള അത് കേൾക്കുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വേണമെങ്കിലും ചോദിക്കാം. റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ഓക്കെ, റുക്കോ is an initiative to enable conversion of used oil into biodiesel, thus preventing its entry into food chain. During frying, several properties of oil are altered. Total polar compounds are formed on repeated firing. The toxicity of this compound is associated with several diseases such as hypertension, atherosclerosis, Alzheimer's, and liver disease. Therefore, it is essential to monitor the quality of vegetable oils during frying. In order to safeguard consumer health, FSSAI has fixed a limit for total polar compounds at 25%, beyond which the vegetable oil should not be used. FSSAI is implementing an EEE strategy, that is education, enforcement, ecosystem, to divert used cooking oil from the food value chain and curb current illegal practices. അപ്പം ഇതിനൊരു EEE സ്ട്രാറ്റജി പറയുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ, എൻഫോഴ്സ്മെന്റ് ആൻഡ് എക്കോസിസ്റ്റം. ഓക്കെ, ഇതും വേണമെങ്കിൽ ചോദിക്കാം. പോളാർ കോമ്പൗണ്ട്സിന്റെ റേറ്റ് എത്ര ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? അത് 25% ആണ്. ഇവ 25% കൂടി വന്നു കഴിഞ്ഞാൽ ആ ഓയിൽ യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. ഇനിയും വരുന്ന അടുത്ത ഒന്നാണ് ഡാർട്ട് എന്നുള്ളത്. ഡാർട്ട് ബുക്ക് എന്ന് പറയുന്നത് ഡിറ്റക്ട് അഡൾട്രേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് എ ടൂൾ ടു എംപവർ കൺസ്യൂമേഴ്സ് ടു ചെക്ക് ഫുഡ് അഡൾട്രേഷൻ. Detect Adulteration with Rapid Test booklet is a compilation of a common quick test for detection of food adulterants at household by the citizens themselves, so as to induce awareness among the consumers about ഫുഡ് സേഫ്റ്റി. ഇപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ഫുഡിൽ എന്തെങ്കിലും അഡൾട്രൻസ് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബുക്കാണ് ഡാർട്ട് ബുക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഡാർട്ട് എന്നുള്ളതിൻ്റെ ഫുൾ നെയിം ഒന്ന് ഓർത്തു വെക്കുക. ഡിറ്റക്ട് അഡൾട്രേഷൻ വിത്ത് റാപ്പിഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി വേറെ ഒരു പ്രോഗ്രാമാണ് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ്, എ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് വാൻ ദാറ്റ് കണ്ടക്ട്സ് ട്രെയിനിങ് ആൻഡ് അവയർനെസ് ആക്ടിവിറ്റി ഇൻ റിമോട്ട് ഏരിയകളിൽ ഫുഡിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങും അവയർനെസ്സും ഒക്കെ കൊടുക്കുന്ന ഒരു മൊബൈൽ വാനിനെയാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ഹൈജീൻ റേറ്റിംഗ്.
ഈ ഹൈജീൻ റേറ്റിംഗ് എന്നാൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഏജൻസി അവർ ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ ഇൻസ്പെക്ഷൻ ഒരു ഏജൻസി നടത്തും. അപ്പോൾ അവർ ഇൻസ്പെക്ഷൻ നടത്തിയ ദിവസത്തിലെ ഫുഡ് ഹൈജീനിൻ്റെ ബേസിസിൽ കൊടുക്കുന്ന ഒരു റേറ്റിങ്ങിനെയാണ് ഈ ഹൈജീൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് കൺസ്യൂമേഴ്സിന് ആ സ്ഥാപനത്തിലെ ഫുഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊരു അവയർനെസ് കിട്ടും. ഇതാണ് ഹൈജീൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് സേഫ് ഫുഡ്, ഷെയർ ജോയ്. ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഫുഡ് ഡൊണേഷൻ ആൻഡ് കർബ് ഫുഡ് വേസ്റ്റ് ആൻഡ് ഫുഡ് ലോസ് ഇൻ ദ കൺട്രി. ഇപ്പോൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യാനും ഫുഡ് വേസ്റ്റേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് സേഫ് ഫുഡ്, ഷെയർ ജോയ്. സേഫ് ഫുഡ്, ഷെയർ ജോയ്. ഇനിയും വരുന്ന ഒരു പ്രോഗ്രാമാണ് ജൈവിക് ഭാരത്. അതായത് ഒതന്റിക് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് FSSAIയുടെ ഒരു പ്രോഗ്രാമാണ് ജൈവിക് ഭാരത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോഗോ ശ്രദ്ധിക്കണം. ഈ ലോഗോയ്ക്കകത്തിൽ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു ലീഫിൻ്റെ പിക്ചറുണ്ട്, അതുപോലെ ഒരു ടിക്ക് മാർക്കുണ്ട്. ഈ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഹോളിസ്റ്റിക് വെൽനെസ്സും, അതുപോലെ ലീഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർഗാനിക് ആണെന്നുള്ളതാണ് ഈ ലീഫ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടിക്ക് മാർക്ക് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിനോട്ട്സ് ദ പ്രോഡക്റ്റ് ഹാസ് FSSAI സർട്ടിഫൈഡ്. FSSAI സർട്ടിഫൈഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്നാണ് ഈ ടിക്ക് മാർക്ക് അതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തിൽ ഒരു ടാഗ് ലൈനൂടെ കാണും, ജൈവിക് ഭാരത് എന്നുള്ള ഒരു ടാഗ് ലൈനൂടെ ഇതിൻ്റെ അകത്തിൽ കാണും. ഓക്കെ, അപ്പം ഓർഗാനിക് ഫുഡിന് വരുന്ന ഒരു പ്രോഗ്രാം ആണ് ജൈവിക് ഭാരത് എന്നുള്ളത്. പിന്നെ Eat Right Place of Worship. Eat Right Place of Worship is an initiative of FSSAI to encourage places of worship to adopt and maintain food safety and hygiene, as well as convey food safety messages through such places to the people to follow as responsible citizens. അതായത് ആരാധനാലയങ്ങളിലൊക്കെ ഫുഡ് സേഫ്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാം ആണ് ഈറ്റ് റൈറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് എന്നുള്ളത്. ഓക്കെ, അടുത്ത വരുന്നതാണ് ഈറ്റ് റൈറ്റ് ക്യാമ്പസ് എന്നുള്ളത്. ഈറ്റ് റൈറ്റ് ക്യാമ്പസും ഇത് തുടങ്ങിയിരിക്കുന്നത് അതായത് വർക്ക് പ്ലേസിൽ, ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റീസ് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് ക്യാമ്പസ് എന്നുള്ളത്. ദ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് ലെഡ് ബൈ FSSAI aim to promote safe, healthy and sustainable food in campuses such as universities, colleges, workplace, hospitals, tea estates, etc. across the country. ഇനിയും വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. എല്ലാ കൊല്ലവും നമ്മൾ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് 7th ജൂണിലാണ്. ഓക്കെ, അപ്പം എല്ലാ കൊല്ലവും അതിനൊരു തീമും കാണും. 2024 വന്ന അതിൻ്റെ തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, the day is celebrated on June 7th by WHO and Food and Agriculture Organization of the United Nations. അപ്പോൾ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ 7th ജൂൺ ആണ് ഓർക്കുക. ഇനി വേൾഡ് ഫുഡ് ഡേ. ഇപ്പം നമ്മൾ പറഞ്ഞത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. അടുത്തത് പറഞ്ഞാൽ വേൾഡ് ഫുഡ് ഡേ. ഫുഡ് സേഫ്റ്റി ഇല്ല, ജസ്റ്റ് വേൾഡ് ഫുഡ് ഡേ. ഓക്കെ, അത് ആചരിക്കുന്നത് 16th ഒക്ടോബറിലാണ്. എല്ലാ കൊല്ലവും 16th ഒക്ടോബറിലാണ് വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം എല്ലാ കൊല്ലവും അതിനൊരു തീം കാണും. ഈ 2024 തീം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പം ഈ ദിവസമായിട്ട് ആചരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മാർക്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ by the United Nations on 16th October 1945. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നിലവിൽ വന്ന ദിവസമാണ് ഈ 16th ഒക്ടോബർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് എല്ലാ കൊല്ലവും വേൾഡ് ഫുഡ് ഡേ 16th ഒക്ടോബറിലായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്താണ് സേഫ് കിച്ചൺ ഇനിഷ്യേറ്റീവ്. അതായത് നമ്മുടെ വീടുകളിൽ തന്നെ നല്ല ഭക്ഷണം പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് സേഫ് കിച്ചൺ ഇനിഷ്യേറ്റീവ്. The Safe Kitchen Initiative is a novel program initiated by the state government in 2023-24, which aims to ensure people to have access to safe and nutritious food in their home. Okay. പിന്നെ വരുന്നതാണ്
ഫുഡ് സേഫ്റ്റി ടൗൺ എന്നുള്ളത്. അതായത് എല്ലാ മുനിസിപ്പൽ ഏരിയയിലും ഒരു സേഫ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഫുഡ് സേഫ്റ്റി ടൗൺ എന്നുള്ളത്. അപ്പം ഈ ഫുഡ് സേഫ്റ്റി ടൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പല ഇതായിട്ട് തരാം, വില്ലേജ് തരാം, സിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് തരാം. അപ്പം അത് മുനിസിപ്പൽ ഏരിയ ആണെന്നുള്ളത് ഓർക്കുക. ഫുഡ് സേഫ്റ്റി ടൗൺ റിലേറ്റഡ് ടു മുനിസിപ്പൽ ഏരിയാസ്. പിന്നെ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് വർക്ക് പ്ലേസ്. അത് പറഞ്ഞാൽ ജോലി സ്ഥലങ്ങളിൽ നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനീസിന് നല്ല ഫുഡ് കൊടുക്കുന്ന കമ്പനീസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ റിവാർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. The rise in obesity and non-communicable disease such as diabetes and hypertension due to unhealthy eating habits in workplace is a growing concern. Since people spend a significant amount of time at their office, it is crucial to have easy access to healthy food options. To address this challenge, our state government has launched safe and nutritious food at workplace to recognize and reward companies that provide healthy eating options. പിന്നെ ഓപ്പറേഷൻ ഷവർമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ്. ഓക്കെ, the Kerala Food Safety Department has launched an initiative named Operation Shawarma to ensure the highest standard of food safety and quality in the production and sale of shawarma across all the eateries that serve Arabic dishes. അപ്പം നല്ല ക്വാളിറ്റി ഷവർമ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഓപ്പറേഷൻ ഷവർമ എന്നുള്ളത്. ഓക്കെ, അടുത്തത് വരുന്ന ഒരു ടേമാണ്, ഒരു ഇനിഷ്യേറ്റീവാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്നുള്ളത്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, the Food Safety Department of Kerala launched a special drive named Operation Focus, a license drive which aimed at ensuring that all food business operators in the state possess valid food safety license to operate food business in the state. ഇപ്പോൾ ഫുഡ് ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും ഫുഡിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്നുള്ളത്. അപ്പം ലൈസൻസ് ഇല്ലാതെ ഒരാൾ ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 10 ലക്ഷം രൂപ വരെ പണിഷ്മെന്റ് കിട്ടാവുന്നതാണ്. ഇനിയും ഉള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള എന്നുള്ളത്. ഓക്കെ, it provides list of hygiene-rated hotels, restaurants, and other eateries to ensure culinary journey of public delicious and safe food. ഇപ്പം മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള എന്നുള്ളത്. പിന്നെ വരുന്ന ഒരെണ്ണമാണ് ഓപ്പറേഷൻ മത്സ്യ. ഈ ഓപ്പറേഷൻ മത്സ്യ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ഓപ്പറേഷൻ മത്സ്യ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള മത്സ്യത്തിൻ്റെ വിൽപ്പനയെ തടയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ഓപ്പറേഷൻ മത്സ്യ എന്നുള്ളത്. ഓക്കെ, ഓപ്പറേഷൻ മത്സ്യ is a commendable initiative to address the issue of the sale of chemical laden and stale fish in the state. പിന്നെ വരുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്, the Department of Food Safety Kerala has achieved a significant milestone by becoming the first state in India to successfully conduct microbiological food sampling in accordance with the standard operation procedures released by the Food Safety and Standards Authority of India. FSSAI പറയുന്ന സ്റ്റാൻഡേർഡ്സിലുള്ള മൈക്രോബയോളജിക്കൽ ഫുഡ് സാമ്പിളിങ് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. ഓക്കെ, ഇത്രയാണ് കേരളത്തിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ്. ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. സേഫ് കിച്ചൺ ഇനിഷ്യേറ്റീവ്, ഫുഡ് സേഫ്റ്റി ടൗൺ മുനിസിപ്പൽ ഏരിയയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് വർക്ക് പ്ലേസ്, പിന്നെ ഓപ്പറേഷൻ ഷവർമ, ലൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ഫോസ്കോസ്, പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ഈറ്റ് റൈറ്റ് കേരള, പിന്നെ നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഓപ്പറേഷൻ മത്സ്യ. ഓക്കെ, ഇനി കമ്മീഷണറേറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി കേരള. അപ്പം ഈ കമ്മീഷണറേറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി കേരള നിലവിൽ വരുന്നത് ജൂലൈ 2009. ഓക്കെ,
ഇതിന് രണ്ട് വിങ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് വിങ്ങും ഒന്ന് അനാലിറ്റിക്കൽ വിങ്ങും. പിന്നെ നമ്മുടെ ഫുഡ് കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ FSS ആക്ടിന്റെ സെക്ഷൻ 30 പ്രകാരമാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കേരളത്തിലെ നിലവിലുള്ള ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറയുന്നത് അഫ്സന പെർവീൻ ആണ്. അഫ്സന പെർവീൻ IAS ഇസ് ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഫോർ കേരള. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യ മന്ത്രി എന്ന് പറയുന്നത് ശ്രീ GR അനിലാണ്. മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കേരള ശ്രീ GR അനിൽ. അതുപോലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. പേരുകൾ ഓർത്തു വെക്കുക. ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് നിലവിൽ വന്നത് ജൂലൈ 2009. ഇതിന് രണ്ട് വിങ്സ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് വിങ്ങും അനാലിറ്റിക്കൽ വിങ്ങും. പിന്നെ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ എന്ന് പറയുന്നത് അഫ്സന പെർവീൻ ആണ്. അതുപോലെ നമ്മുടെ ഭക്ഷ്യമന്ത്രി എന്ന് പറയുന്നത് ശ്രീ GR അനിൽ. അതുപോലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. ഇനി FSSAയുടെ വളരെ ബ്രീഫായിട്ടുള്ള കാര്യമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. FSSA നിലവിൽ വരുന്നത് 5th September 2008 ഓക്കെ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇതിന് 4 റീജിയണൽ ഓഫീസുകളുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തേൺ റീജിയനിൽ 4 റീജിയനായിട്ടാണ് പറയുന്നത്. നോർത്തേൺ റീജിയനിൽ വിത്ത് റീജിയണൽ ഓഫീസ് അറ്റ് ഗസിയാബാദ് ഡൽഹിയിലാണ്. ഈസ്റ്റേൺ റീജിയൻ അതിലെ റീജിയണൽ ഓഫീസ് കൊൽക്കത്തയിലാണ്. വെസ്റ്റേൺ റീജിയൻ അതിൻ്റെ റീജിയണൽ ഓഫീസ് മുംബൈയിൽ. സദേൺ റീജിയൻ അതിൻ്റെ റീജിയണൽ ഓഫീസ് ചെന്നൈയിലാണ്. ഓക്കെ, ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനിയും ഇതിൻ്റെ മെമ്പേഴ്സ്, FSSAയുടെ മെമ്പേഴ്സ്, അത് ചെയർപേഴ്സണും അദ്ദേഹത്തെ കൂടാതെ 22 മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീ അപൂർവ ചന്ദ്രയാണ് കറണ്ട് ചെയർപേഴ്സൺ ഓഫ് FSSA ആയി. അതുപോലെ ഇതിൻ്റെ കറണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഗാഞ്ചി കാമല വി റാവു. ഓക്കെ, പിന്നെ FSSAയുടെ മെയിൻ എയിം, FSSA എന്തിനൊക്കെയാണ് നിലവിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ലേ ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ ആർട്ടിക്കിൾസ് ഓൺ ഫുഡ്, to regulate the manufacture, storage, distribution, import and sale of food, to facilitate the safety of food. അപ്പോൾ ഇതാണ് FSSAയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം FSSA ഫോം ചെയ്തിരിക്കുന്ന ഡേറ്റ് 5th September 2008. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 4 റീജിയൻസ് ഉണ്ട്. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലായിട്ടാണ്. ഇതിന് മെമ്പേഴ്സ് ചെയർപേഴ്സണും അതുപോലെ തന്നെ വേറെ 22 മെമ്പേഴ്സും ഉണ്ട്. ശ്രീ അപൂർവ ചന്ദ്രയാണ് കറണ്ട് ചെയർപേഴ്സൺ. അതുപോലെ ഗാഞ്ചി കാമല വി റാവു ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, ഇനിയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നമ്മുടെ എക്സാമിൽ ഈ ലോ മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ഒരു നട്ട്ഷെല്ലിൽ നമ്മൾ ആ ലോയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നിയമങ്ങൾ നമ്മുടെ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഏത് നിയമത്തിൻ്റെ പരിധിയിലായിരിക്കും വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചു ഇങ്ങനെ ധാരാളം നിയമം വേണ്ട, ഇതെല്ലാം കൂടെ മാറ്റിയിട്ട് ഒറ്റ നിയമം കൊണ്ടുവരാമെന്നുള്ളത്. അങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം ഈ ആദ്യമായിട്ട് ഒരു നിയമം വേണ്ടപ്പോൾ അതിനെ ഒരു ബില്ലായിട്ടായിരിക്കും നമ്മുടെ പാർലമെന്റിൽ അത് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് പിന്നീട് നമ്മുടെ രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയതിന് ശേഷം പ്രസിഡന്റ് കയ്യിലെത്തും. ഓക്കെ, പ്രസിഡന്റ് പിന്നീട് അത് ഒപ്പുവെച്ചതിന് ശേഷമാണ് അത് ആക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ പ്രസിഡന്റ് ഈ ആക്റ്റിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച ദിവസമാണ് ഈ 23rd August 2006 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇദ്ദേഹം 23rd August 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ ഒപ്പുവെച്ചു. ഇനി ഈ നിയമം പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊരു ഒഫീഷ്യൽ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യണം. ആ ഡേറ്റ് ആണ് 24th August 2006 എന്നുള്ളത്. ഓക്കെ, പിന്നീട് 5th May 2021 അതിൽ കുറച്ച് റൂൾസ് അതിൻ്റെ അതിൽ
അപ്പം 5th May 2011 ഇതിൻ്റെ അകത്തിൽ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നു. അതിനുശേഷം കൃത്യം ഒരു 3 മാസത്തിന് ശേഷം അതൊരു ആക്റ്റായിട്ട് നിലവിൽ വന്നു. ഓക്കെ, FSS ആക്ട് came into force on 5th August 2011. ഓക്കെ, ഇനി ഈ FSSക്കകത്തിൽ 12 ചാപ്റ്റേഴ്സ് ഉണ്ട്, 101 സെക്ഷൻസ് ഉണ്ട്, 2 ഷെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പേരുകൾ നമ്പേഴ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. FSA contain 12 chapters, 101 sections and 2 schedules. ഇതിനകത്തിലെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്തിൽ കുറേ സോൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. 5 സോൺസ് പറയുന്നുണ്ട്. കേരളം ഇതിൻ്റെ അകത്തിലെ ഫസ്റ്റ് സോണിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ സെക്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഫുഡ് അതോറിറ്റി പറയുന്നത് സെക്ഷൻ 4 ആണ്. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ പറയുന്നത് സെക്ഷൻ 30, ലൈസൻസ് പറയുന്നത് സെക്ഷൻ 31, ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് പറയുന്നത് സെക്ഷൻ 32, പ്രൊഹിബിഷൻ ഓർഡർ പറയുന്നത് സെക്ഷൻ 33, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പറയുന്നത് സെക്ഷൻ 36, ഫുഡ് സേഫ്റ്റി ഓഫീസർ പറയുന്നത് സെക്ഷൻ 37, ഫുഡ് ലബോറട്ടറി സെക്ഷൻ പറയുന്നത് സെക്ഷൻ 43, ഫുഡ് അനലിസ്റ്റ് പറയുന്നത് സെക്ഷൻ 45, പണിഷ്മെൻറ്റ് ഫോർ ക്യാരിങ് ഔട്ട് ബിസിനസ് വിത്തൗട്ട് ലൈസൻസ് പറയുന്നത് സെക്ഷൻ 63, അതുപോലെ ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ പറയുന്നത് സെക്ഷൻ 70. അപ്പം ഏറ്റവും മിനിമം ആയിട്ട് ഫുഡ് അതോറിറ്റി പറയുന്നത് സെക്ഷൻ 4 ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 37 ആണെന്ന് കൂടി ഓർക്കുക. അപ്പം ഇത്രയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ഓക്കെ, താങ്ക് യു.